നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരംമുറിക്ക് പിന്നാലെ കൂടിയാണ് PV അൻവർ MLA SP-യും ADGP-യും കടന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയത്. അതിന് ചുവട് പിടിച്ച് പുതിയൊരു ആരോപണം കൂടി വരുമ്പോഴും മറ്റൊരു മരംമുറിയെക്കുറിച്ചാണ് കേരളം ചർച്ച ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പുതിയൊരു ആരോപണം കൂടി ഇന്നിപ്പോൾ സുജിത് ദാസിനെതിരെയും ഒപ്പം DYSP VV ബെന്നിക്കെതിരെയും ഒപ്പം മുമ്പ് പൊന്നാനി CI ആയിരുന്ന വിനോദിനെതിരെയും വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പീഡനാരോപണമാണ്. ഈ അൻവർ ഉയർത്തിയ വെളിപ്പെടുത്തലുകൾക്കും ആരോപണങ്ങൾക്കും ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ ആരോപണവും സുജിത് ദാസിനെതിരെയും ഒപ്പം ഈ 3 പേർക്കെതിരെയും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് VV ബെന്നി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മറുപടി, ഈ മുട്ടിൽ മരംമുറി കേസ് അന്വേഷിച്ച സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ VV ബെന്നിയാണ്, ഒപ്പം ഈ സുനിലുമാണ്. അപ്പോൾ ഈ രണ്ടുപേരെ തകർക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടക്കുകയും ആ ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായ ഒരു വ്യാജ കേസാണിത്. ഈ വാർത്ത ആദ്യം കൊടുത്ത ഒരു ചാനലിൻ്റെ മുതലാളിമാരുടെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് പുറത്താണ് ഈ വാർത്ത വന്നിരിക്കുന്നത് എന്നാണ് VV ബെന്നി പറയുന്നത്. അപ്പോൾ ഈ പുതിയ കേസ്, ഈ പുതിയ പരാതിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിനെങ്ങനെ കാണണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. നാസർക്ക, എന്ത് തോന്നി ഇന്നത്തെ ഈ പുതിയ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ? അതിലിപ്പോൾ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ ഒരു അന്വേഷണം നടത്തിയിരുന്നു. അവരുടെ റിപ്പോർട്ട് ഈ പരാതിക്കാരിക്ക് ഒപ്പമല്ല, അവർക്ക് അനുകൂലമാണ്. SHOക്കും അന്നത്തെ VV ബെന്നിക്കൊക്കെ അനുകൂല റിപ്പോർട്ടാണ്. അപ്പോൾ എങ്ങനെ കാണണം ഈ പുതിയ പരാതി? അല്ല, ഈ പരാതി എന്നുള്ള അർത്ഥത്തിൽ അതിനെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് ഒരു റിപ്പോർട്ടർക്കും അയാളെ ക്രോസ് ചെക്ക് ചെയ്യാനും അയാളെ മാർഗനിർദ്ദേശം ചെയ്യാനും നിയോഗിക്കപ്പെട്ട ഒരു എഡിറ്റർക്കും അതിനും മുകളിലോട്ടുള്ള ഒരു വാർത്താ സ്ഥാപനത്തിൻ്റെ ഒരു മേധാവിക്കും ഒറ്റയടിക്ക് കൊടുക്കാൻ തോന്നാത്ത ഒരു വാർത്തയാണത്. കാരണം ഒരു സ്ത്രീ ഒരു പരാതി കൊടുക്കുന്നു, അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബലാത്സംഗം ചെയ്യുന്നു. ആ സ്ത്രീ ആ പരാതിയുമായിട്ട് DYSPയുടെ അടുത്ത് ചെല്ലുന്നു, DYSP ബലാത്സംഗം ചെയ്യുന്നു. എന്നിട്ട് അവർ ആ പരാതിയുമായി SP-യുടെ അടുത്ത് ചെല്ലുമ്പോൾ SP ബലാത്സംഗം ചെയ്യുന്നു. ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ബലാത്സംഗത്തിന് തയ്യാറായിട്ട് ഇങ്ങനെ നിരന്നിരിക്കുന്ന ഒരു ആ തരത്തിലുള്ള ഒരു വാർത്ത, ഒരു ബലാത്സംഗ ശൃംഖല, ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് ഒരു റിപ്പോർട്ടർ കൊണ്ടുവന്നാൽ അത് ഒരു എഡിറ്റർ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടുള്ള ആളുകൾ കൊടുക്കുകയോ ചെയ്യുമായിരുന്നില്ല അടുത്ത കാലം വരെ കേരളത്തിൽ. പക്ഷേ മുൻപ് ഒരു കാലത്ത് കേരളത്തിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് ഈ ഒരു മാധ്യമ സ്ഥാപനത്തെക്കുറിച്ചും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൃത്യങ്ങളെക്കുറിച്ചും ഇങ്ങനത്തെ ഒരു ഫോറത്തിൽ, ഇങ്ങനത്തെ ഒരു വേദിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന സംശയമാണ് എനിക്ക് ആദ്യമുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ സംഗതി ഉണ്ടല്ലോ, ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി വെച്ചാൽ ഒന്നാമത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയതല്ല. കേരളത്തിൽ ഒരു കാലത്ത് സായാഹ്ന പത്രങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് സായാഹ്ന പത്രങ്ങളിൽ ഒരു വിഭാഗം സായാഹ്ന പത്രങ്ങൾ, ഇപ്പോൾ തനിനിറം പോലത്തെയൊക്കെ പ്രസിദ്ധമായ, ഏത് പ്രസിദ്ധി എന്നുള്ളത് കുപ്രസിദ്ധിയോ സുപ്രസിദ്ധിയോ എന്ന് പിന്നാലെ വെച്ചാൽ മതി, ഈ ചില പത്രങ്ങൾ. പിന്നെ ഒരിടക്കാലത്ത് അത് ഇല്ലാതായതിനു ശേഷം പിന്നെ രംഗപ്രവേശനം ചെയ്ത ഒരു സംഘം കുറ്റാന്വേഷണ വാരികകൾ, ഇവരുടെയൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് ഇപ്പം ഈ ചെയ്തിരുന്നത്. ഇപ്പം തനിനിറത്തിൻ്റെ സംഭവം എന്താ വെച്ചാൽ, തനിനിറത്തിന് അവരുടെ ഈ രഹസ്യ അന്വേഷണ സംഘത്തെ, തനിനിറത്തിൻ്റെ തന്നെ സ്വന്തം രഹസ്യ അന്വേഷണ സംഘത്തെ, അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തനിനിറം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തനിനിറത്തിൻ്റെ ഈ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തനിനിറം അന്ന് പറഞ്ഞിരുന്ന പേര് ഗസ്റ്റപ്പോ എന്നാണ്. ഗസ്റ്റപ്പോ കണ്ടെത്തിയിരിക്കുന്നു സെക്രട്ടേറിയറ്റിലെ ഇത്രാം നമ്പർ ഓഫീസിലെ ഇത്രാം നമ്പർ മുറിയിൽ ചുമരാണ് കിടക്ക എന്ന് ഗസ്റ്റപ്പോ കണ്ടെത്തിയിരിക്കുന്നു. നാളെ സെക്രട്ടേറിയറ്റിലെ ചുമർ കിടക്കയ ഓഫീസുകളെക്കുറിച്ച് ഗസ്റ്റപ്പോ വിവരങ്ങൾ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞിട്ടാണ് തലേ ദിവസം ഇത് തനിനിറം ഇറങ്ങുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലത്തേക്ക് ഒന്നുമില്ല സെറ്റിൽ ചെയ്യും, അല്ലെങ്കിൽ ആ വാർത്തകൾ കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള വാശിയോ ദേഷ്യമോ സംഗതികളൊക്കെ ഏതെങ്കിലും സർക്കാരിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാർക്കോ എതിരെ ഉണ്ടെങ്കിൽ തനിനിറം ഇതൊക്കെ തീർക്കും എന്നുള്ളതായിരുന്നു തനിനിറത്തിനെ കുറിച്ചുള്ള ഒരു കഥ. ഇതിനുശേഷം മലയാളത്തിൽ വന്ന ഒരുപാട് കുറ്റാന്വേഷണ വാരികകളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് ഉണ്ടാക്കിയിട്ടുള്ള കേസുകളെക്കുറിച്ചൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതേ പാതയിലേക്ക് ഒരു ന്യൂസ് ചാനൽ കടന്നു വന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രം അതൊക്കെ. അവിടെ യാതൊരു മര്യാദയും പാലിക്കുന്നില്ല. വാർത്തയുടെ മര്യാദയെന്നോ
പൊതുമണ്ഡലത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ എന്ന് പറഞ്ഞ ഒരു സാധനം പോലും പാലിക്കാത്തൊരു സ്ഥാപനം. ഇപ്പം ഒരു ഉരുൾപൊട്ടലിൽ തകർന്നു കഴിഞ്ഞ ഒരു നാടിൻ്റെ, വയനാടിൻ്റെ വികാരത്തോട് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനം ഒരു ജാഥ നടത്തി എന്ന് പറയുന്നു. ഒരു ജാഥ. പിന്നെ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആങ്കർമാരും അതിനോട് കൂടെ നിൽക്കുന്ന, ആ സ്ഥാപനത്തിനോട് കൂടെ നിൽക്കുന്ന ആളുകളെയും അതിൻ്റെ പ്രേക്ഷകരെയും ഒക്കെയും കൂട്ടിച്ചേർത്തിട്ട് ഒരു വലിയ ജാഥ നടത്തുമ്പോൾ ഇത് പറഞ്ഞ ഒരു ദുഃഖത്തിൻ്റെ അന്തരീക്ഷത്തിൽ, ആ അന്തരീക്ഷത്തിനെ ഇതാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ജാഥ നടക്കുന്നതിൻ്റെ ഇടയിൽ സ്വന്തം പിന്നെ മുതലാളിമാരുടെ കൂട്ടത്തിൽ ഒരാളുടെ കുഞ്ഞിൻ്റെ പിന്നെ നൂലുകെട്ടിലൂടെ ആഘോഷപൂർവ്വം പിന്നെ ഉദ്ഘോഷിക്കുന്ന ഒരു തരം പിന്നെ മാധ്യമ പ്രവർത്തനമാണ് അതിനുള്ളതെങ്കിൽ, അതേ തരത്തിൽ തന്നെയാണ് ഇപ്പം അതിൻ്റെ മറ്റൊരു തരത്തിലാണ് ഇപ്പം ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്. ഇപ്പം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, കേരളത്തിലെ പോലീസ് സംഘം, കേരളത്തിലെ പോലീസിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ക്രമസമാധാന ചുമതലയിലെ ADGP നിരവധി കൊലപാതകങ്ങൾ തന്നെ നേരിട്ട് നടത്തി, നിരവധി ഈ സ്വർണ്ണ പൊട്ടിക്കൽ പോലത്തെ സംഭവങ്ങളാണ് നടത്തുന്നത്. കേരളത്തിലെ പിന്നെ ക്രമസമാധാന നില മാത്രമല്ല, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ കൈകാര്യം ചെയ്യൽ പോലും ശരിയല്ല എന്ന് പറഞ്ഞെടുത്ത് നിൽക്കുന്ന ആ തരത്തിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത, അതിനെ പിന്തുടർന്നുകൊണ്ട് സംസ്ഥാനവും സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാനത്തെ മുഴുവൻ വാർത്താമാധ്യമങ്ങളും കോടതികളും ഒക്കെ ഈ സാധനത്തെ പിന്തുടർന്നുകൊണ്ട് പോകുന്നതിനിടയിലാണ് ഇവരുടെ പിന്നെ മുതലാളിയുടെ മരം മുറിച്ച കേസ് അന്വേഷിച്ചവർക്കെതിരെ കിട്ടുന്ന സമയം നോക്കി ചാമ്പുക എന്നുള്ള നിലപാടിൽ ഇത്തരത്തിലുള്ള ഏർപ്പാടുകളുമായിട്ട് വരുമ്പോൾ പിന്നെ ഇതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയം ഉണ്ട് എനിക്ക്. എൻ്റെ സംശയം ഇപ്പോഴും ആ മാധ്യമം അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് വെച്ചിട്ട് അതിൻ്റെ വഴിക്ക് വിടുക എന്നല്ലാതെ അത് കൊണ്ടുവന്ന സംഗതികളെ ചർച്ച ചെയ്ത് വലുതാക്കേണ്ടതുണ്ടോ എന്ന സംശയമാണ് എനിക്കിപ്പോഴും ഉള്ളത്. ദാവൂദ് അതിനകത്തുള്ള ക്രെഡിബിലിറ്റിയുടെ പ്രശ്നം തന്നെയാണ് അസ്രക്കയും ഉന്നയിക്കുന്നത്. ഒന്നാമത്തെ വിഷയം, ഇങ്ങനെ മാറി മാറി ഈ പീഡനത്തിനിരയായെങ്കിൽ അവരെന്തുകൊണ്ട് ഒരു സീരിയസ് ആയിട്ടുള്ള കേസ് ഇതുവരെ ഫയൽ ചെയ്തില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോറത്തിൽ അവരിത് പറഞ്ഞില്ല എന്നുള്ളത്. പിന്നീട് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുമുണ്ട്. അല്ല, അത് സൈഫ് ആ കേസിൻ്റെ മെറിറ്റിലേക്ക് അല്ല ആ സംഗതിയുടെ മെറിറ്റിലേക്ക് കിടന്ന ഇങ്ങനെ ഇതേക്കാൾ വിചിത്രമായ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ പറഞ്ഞ മാതിരി CIയുടെ അടുത്ത് പരാതിയായിട്ട് പോകുന്നു, CI ബലാത്സംഗം ചെയ്യുന്നു, അങ്ങേർക്കെതിരെ പരാതി കൊടുക്കാൻ DYSPയുടെ അടുത്തുനിന്ന് പുള്ളിയും ബലാത്സംഗം ചെയ്യുന്നു, SP-യുടെ അടുത്തുനിന്ന് പുള്ളിയും ബലാത്സംഗം ചെയ്യുന്നു. ഈ പറയുന്നതിലൊരു അയുക്തികത അതിനകത്തുണ്ട്. അതിനേക്കാളും ഒക്കെ അപ്പുറം ഇതിനെ ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ ഒരു സംഗതി നമ്മളുടെ മുമ്പിൽ വരുമ്പോൾ, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഏതോ ഒരാളാവട്ടെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു വിഷയവുമായിട്ട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുക എന്ന് പറയുന്ന സംഗതിയുണ്ട്. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് 2022 സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വിനോദ് എന്ന് പറയുന്ന CIക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ ജില്ലാ പോലീസ് സൂപ്രണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുന്നു. പുള്ളി വളരെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഇത് വ്യാജമായ പരാതിയാണ്, ഇങ്ങനെ വ്യാജ പരാതി നൽകി അതിലൂടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഈ പരാതിക്കാരിയെന്നും അതിന് സാധിക്കാതെ വന്നു, ഈ വിഷയത്തിൽ അത് സാധിക്കാതെ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങളുമായിട്ട് വന്നതെന്നൊക്കെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഡോക്യുമെൻ്റ് അവിടെ ഉണ്ട്. ആ ഡോക്യുമെൻ്റ് പരിശോധിക്കാമായിരുന്നു. ഇതിൻ്റെ സാമാന്യമായൊരു യുക്തിരാഹിത്യം അവിടെയുണ്ട്, അത് പരിശോധിക്കാമായിരുന്നു. അതൊന്നും പരിശോധിക്കാതെ വാർത്ത കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു വാർത്തയുടെ കാര്യത്തിൽ സംഭവിച്ചു പോയൊരു പിഴവ് എന്നതിലപ്പുറം ഇതിലെ പ്രശ്നം കിടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഈ നടുവിൽ നിൽക്കുന്ന ആൾ DYSP VV ബെന്നി എന്ന് പറയുന്ന ആ പേരിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആ പേരിൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ആണ് ഈ വാർത്ത പ്രക്ഷേപണം ചെയ്ത ചാനൽ റിപ്പോർട്ടർ TV എന്ന് പറയുന്ന ചാനൽ, അതിൻ്റെ ഉടമകൾ വയനാട് ജില്ലയിലെ മുട്ടിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ മരം മുറി കേസിൽ പ്രതികളായവരാണ്. അതിൽ 10-20 ദിവസത്തോളം ജയിലിൽ കിടന്നവരാണ്. ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് ഈ VV ബെന്നി എന്ന് മനസ്സിലാവുന്നത്. ഇതേ ചാനൽ മുമ്പ് മലപ്പുറം ജില്ലയിലെ പ്രമാദമായ, ഇപ്പോൾ സുജിത് ദാസുമായി ബന്ധപ്പെട്ട ചർച്ചയിലും ഏറ്റവും അധികം ഉയർന്നു വരുന്ന താമർ ജെഫ്രി കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഇതേമാതിരിയുള്ള റിപ്പോർട്ടുകൾ, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. അന്നും അവരുടെ ഫോക്കസ് എവിടെയായിരുന്നു ചോദിച്ചാൽ ഈ VV ബെന്നി എന്ന് പറയുന്ന ആളായിരുന്നു. താമർ ജെഫ്രി കേസിൽ പ്രതിസ്ഥാനത്തുള്ള ആളല്ല എന്നും കൂടെ മനസ്സിലാക്കണം. VV ബെന്നി എന്ന് പറയുന്ന ആൾ.
അപ്പോൾ ഈ വി ബെന്നി എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ചാനൽ നിരന്തരമായ ഈ നിലയ്ക്കുള്ള വാർത്താ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ ഉയർന്നിട്ടുള്ള വിഷയം എന്താണ്? നിസ്സാരമായ വിഷയമല്ല. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിലെ നിർണായക സ്ഥാനത്തുള്ള, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ നിർണായക സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥർ ക്രിമിനലുകളാണ്, നൊട്ടോറിയസ് ക്രിമിനലുകളാണ് എന്ന് ഒരു ഭരണപക്ഷ MLA തന്നെ പരസ്യമായിട്ട് പറയുകയും അതിനാധാരമായ തെളിവുകൾ അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിന് കൊറോബറേറ്റ് ചെയ്യുന്ന ഒരുപാട് സംഗതികൾ പുറത്തേക്ക് വരികയും ചെയ്ത സന്ദർഭമാണ്. ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP അജിത് കുമാർ, അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്, ഒരു ക്രിമിനൽ ഗാങ്ങിനെ കൊണ്ടു നടക്കുന്ന ആളാണ്, അയാൾ കൊല്ലിക്കുന്ന ആളാണ്, മന്ത്രിമാരുടെ ഫോൺ ചോർന്ന ആളാണ്. കേരള ചരിത്രത്തിൽ തന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള ആരോപണങ്ങൾ ഭരണപക്ഷത്തിനുള്ള ഒരു MLA ഉന്നയിക്കുകയാണ്. അത്രയും ഗുരുതരമായ സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൻ്റെ ഗൗരവത്തെ ചോർത്തിക്കളയുന്നൊരു പരിപാടിയായി പോയത്. ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ സുജിത് ദാസുമായിട്ടും അജിത് കുമാറുമായിട്ടും വരുന്ന വാർത്തകൾ അതൊക്കെ ഇങ്ങനെ ആയിരിക്കില്ലേ, യഥാർത്ഥത്തിലുള്ള വാർത്തകൾ തന്നെ ഇങ്ങനെ ആയിരിക്കില്ലേ എന്ന് ജനങ്ങൾ സംശയിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. രണ്ടാമത്തെ പ്രശ്നം അൻവറിന് ഇതുണ്ടാകുന്ന ഡാമേജാണ്. അൻവർ നമുക്കറിയാം, അൻവർ നമ്മൾ മുമ്പ് സംസാരിച്ചതുപോലെ ഒരൊറ്റക്കൊമ്പൻ രാഷ്ട്രീയക്കാരനാണ്. തനിക്ക് തോന്നിയത് അപ്പം വിളിച്ച് പറയുന്ന ആളാണ്. ഈ പോലീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ശരിക്കും ഒരു വലിയ റിസ്ക്കാണ് എടുത്തിരിക്കുന്നത്, ഒരു സംശയമില്ല അതിനകത്ത്. കാരണം എന്താണ്, ADGP അജിത് കുമാർ എന്ന് പറയുന്ന സർവപ്രതാപിയായിട്ടുള്ള പോലീസ് ഓഫീസർ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രമല്ല കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾക്കിടയിൽ പോലും വലിയ സ്വാധീനമുള്ള, ഒരേ സമയം കേന്ദ്ര ഭരണത്തിലും സംസ്ഥാന ഭരണത്തിലും ഒരേപോലെ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള സർവപ്രതാപിയായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ, ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയായി പ്രവർത്തിക്കുന്ന പോലീസ് ഓഫീസർ എന്നാണ് അൻവർ അയാളെക്കുറിച്ച് പറഞ്ഞത്. അയാളുടെ ചെയ്തികൾക്കെതിരെയാണ് അൻവർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ തോക്ക് ലൈസൻസ് എടുക്കാൻ പോകണമെന്ന് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ തൻ്റെ ജീവന് പോലും ഭീഷണി ഉണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നു, അൻവർ മനസ്സിലാക്കുന്നു. അത്രയും ഗുരുതരമാണ് കാര്യം. അത്രയും ഗുരുതരമായ, അത്രയും സീരിയസ് ആയ ഒരു ഇഷ്യൂ ഉന്നയിക്കുന്നതിനിടെ അൻവർ ഇതേപോലെയുള്ള ഒരു മരംമുറി കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി നടന്ന ഒരു ന്യൂസ് ഓപ്പറേഷൻ്റെ കൂടെ നിൽക്കേണ്ടതുണ്ടായിരുന്നു എന്ന് അൻവറും ആലോചിക്കേണ്ട കാര്യമാണ്. ഇനിയുള്ള പ്രശ്നം, അൻവർ നാളെ മറ്റൊരു ആരോപണമായിട്ട് സുജിത് ദാസിനെതിരെയുള്ള ഒരു ആരോപണമായിട്ട്, അല്ല അജിത് കുമാറിനെതിരെയുള്ള ഒരു ആരോപണമായിട്ട് അൻവർ വരുമ്പോൾ അത് നമുക്ക് ഒന്നുകൂടെ നേരത്തെയുള്ള ഒരു താല്പര്യത്തോടെ അതിനെ കാണാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവും. അപ്പോൾ അൻവർ എന്തിനാണ് അൻവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സ്കീമിൻ്റെ ഭാഗമായതാണോ, അല്ല അൻവർ വേറൊരു ട്രാപ്പിൽ പോയി വീണതാണോ എന്ന് നമുക്കറിയില്ലെന്ന്. ഇത്രയല്ലോ അൻവറും മാധ്യമപ്രവർത്തകരും അൻവർ എന്ന പൊതുപ്രവർത്തകരും ഒരേപോലെ ആത്മവിചാരം നടത്തേണ്ട ഒരു സമയമാണിത്, പരിശോധിക്കേണ്ട സമയമാണിത്. കാരണം ഇത് നിസ്സാരമായൊരു സംഗതിയല്ല. കേരളീയ സമൂഹവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ പ്രശ്നങ്ങളാണ് അൻവർ ഉയർത്തിയിരിക്കുന്നത്. അതിനിടയിൽ വേറെ ചില മരക്കച്ചവടങ്ങളും മുട്ടുകച്ചവടങ്ങളും നടത്താൻ വേണ്ടി ആളുകൾ ഇറങ്ങുമ്പോൾ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിയാനുള്ള ശേഷി നിശ്ചയമായും പ്രേക്ഷകർക്കുണ്ട്. അൻവറിനെ പോലുള്ള ഒരു ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകനും അതുണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും. അപ്പോൾ അൻവർ ഉയർത്തിയ വളരെ സീരിയസ് ആയിട്ടുള്ള ആരോപണങ്ങളുടെ വെളിപ്പെടുത്തലുകളെ ദുർബലമാക്കുന്നതാണോ ഇപ്പോൾ വരുന്ന പുതിയ ആരോപണങ്ങളുടെ മുന എന്നുള്ളൊരു സംശയം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്.